ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ പാതയിലോ? തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുസ്ലിം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന് തെളിയിക്കുന്നതാണ് തൃണമൂൽ കോട്ടയായിരുന്ന ഫാൽത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. ബിജെപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ 20% വോട്ടുകളോടെ സിപിഎം സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തി. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പോടെ ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിടില്ലെന്നാണ് തൃണമൂൽ പ്രതികരണം. ടി.ജി. സജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിത്ത്, ഇപ്പോൾ ഇടതുപക്ഷം ബംഗാളിൽ വലിയൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ്. അപ്പോഴും വലിയൊരു പ്രതിപക്ഷമായി ബിജെപി അവിടെ ഉണ്ട്. അത് ഇടതുപക്ഷത്തിന് തിരിച്ചുവരവ് എത്രത്തോളം സാധ്യമാണ്? പഴയ സ്വാധീനം വീണ്ടെടുക്കാൻ സാധിക്കുമോ? അനുശ്രീ, ഈ ബംഗാളിലെ ഇടതുപക്ഷം തിരിച്ചുവരവിൻ്റെ ചില സൂചനകൾ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിലേക്കുള്ള ഒരു മൂവ് ആ തരത്തിൽ ആരംഭിച്ചുവെന്ന് വിലയിരുത്താറായിട്ടില്ല. പക്ഷേ ചില സൂചനകൾ പ്രകടമാവുന്നു. അതായത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ രാഷ്ട്രീയത്തിലുണ്ടാവുന്ന പുതിയ ധ്രുവീകരണമാണ് ഇത്തരം ചില സൂചനകൾ പങ്കുവയ്ക്കുന്നത്. കാരണം BJP എല്ലാ ശക്തിയും പ്രകടിപ്പിച്ച് വരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുന്ന പല സാഹചര്യങ്ങളും അതാണ്. തൃണമൂലിൻ്റെ പല കോട്ടകളും നിഷ്പ്രഭമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് പുതിയ ട്രെൻഡ്. അതായത് ഈ ഫാൽത്തെ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ്, ഫാൽത്തയിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ കൂടുകയും തെരഞ്ഞെടുപ്പ് അവിടെ അട്ടിമറി നടന്നു എന്ന ആക്ഷേപത്തെ തുടർന്നാണ് കമ്മീഷൻ അവിടെ വീണ്ടും വോട്ടെടുപ്പ് നടത്തിയത്. അവിടെ സംഭവിച്ചതാവട്ടെ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം BJP സ്ഥാനാർത്ഥി 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്തെത്തിയത് CPM സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം 20% വോട്ടുകൾ അവിടെ ശേഖരിക്കുകയും ചെയ്തു. എന്നാൽ തൃണമൂലിൻ്റെ ആ കോട്ടയായ മണ്ഡലം 4ാം സ്ഥാനത്തേക്കാണ് തൃണമൂൽ സ്ഥാനാർത്ഥി പോയത് എന്നതാണ് സാഹചര്യം. 30%-ഓളം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. അപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തേക്ക് മാറി എന്നത് വേണം അവിടുത്തെ സാഹചര്യം തെളിയിക്കാൻ. അതായത് ഇടതുപക്ഷത്തിന് ബംഗാളിൽ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായത് മുസ്ലിം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്കും മമതാ ബാനർജിയിലേക്കും ഷിഫ്റ്റ് ചെയ്തു എന്ന കാരണമാണ് യഥാർത്ഥത്തിൽ അവിടെ ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നഷ്ടം അവിടെ ഉണ്ടാക്കിയത്. ആ മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഉപേക്ഷിച്ച് ഇടതുപക്ഷം അടക്കമുള്ള ബദൽ സാധ്യതകളിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പ്രകടമാകുന്നത് എന്നതാണ്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത. എന്നാൽ അവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്ന, CPM നേതാക്കളൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, CPM വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ മാത്രമല്ല ഹിന്ദു വോട്ടുകളടക്കം ഇടതുപക്ഷത്തേക്ക് മാറുന്നു. അതിൻ്റെ സൂചനകൾ പ്രകടമാകുന്നു എന്നതാണ്. എന്തായാലും ബംഗാളിൽ പുതിയൊരു ധ്രുവീകരണം പ്രകടമാവുന്നുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമെന്ന് ഇടതുപക്ഷം CPM ഒക്കെ അവകാശപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോഴുണ്ടാവുന്ന പൊതുവായ സാഹചര്യം. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം, തൃണമൂലിൻ്റെ പതനത്തിന് ശേഷം ബംഗാളിലെ CPM പാർട്ടി ഓഫീസുകൾ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതവിടെ രാഷ്ട്രീയത്തിലുണ്ടായ വലിയ മാറ്റങ്ങളാണ്. അതുമാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം കൂട്ടത്തോടെ പല ആളുകളും പാർട്ടി വിടുന്ന സാഹചര്യം പ്രകടമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം